അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ BSC പവർ എന്ന ബ്രാൻഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ബെസ്റ്റ് ചെയിൻസോ എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്നാലും ഒരു പ്രൊഡക്റ്റ് ബെസ്റ്റ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അത് കുറേ കാലം ഉപയോഗിച്ചതിന് ശേഷമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പെർഫോമൻസൊക്കെ എങ്ങനെയുണ്ട് ലോങ് ആയിട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്നാലും നമുക്കിതൊന്ന് വർക്ക് ചെയ്തൊക്കെ നോക്കണമല്ലോ. ഒരു ലഘുലേഖയൊക്കെ തന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ ചാർജറാണ്. പിന്നെ ചാർജ് ചെയ്യാവുന്ന ടൈപ്പ് ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന മറ്റൊരു ഐറ്റം. അതുപോലെ തന്നെ ഒരു ചെറിയ BSC പവർ എന്ന് ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ബാറൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഐറ്റം എന്ന് പറയുന്നത് ഒരു ബാർ കവറാണ്, ചെറുത്. അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാനുള്ളൊരു ക്യാനും ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രൂണർ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെയിനും വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കത് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബോക്സിൽ വരുന്നത്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിന് ബാറ്ററി ചാർജ് കുറവ് തോന്നുന്നുണ്ട്. ഇതാണ്, അതിൽ തന്നെ ഒരു ബാറ്ററി വരുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ ഒരു ബാറ്ററിയും കൂടെ നമ്മൾ ആദ്യം കാണിച്ചിരുന്നു. ആദ്യം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പ്രൂണർ ചെയിൻസോ സെറ്റ് ചെയ്യുന്ന വിധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയിൻ്റെ പല്ല് മൂർച്ചയുള്ള ഭാഗം മുൻപോട്ട് വരത്തക്ക വിധത്തിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ മുൻപോട്ട് ബാർ പരമാവധി മുറുക്കി വെച്ച് വേണം നമ്മൾ മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്യാൻ. ബാറ് മാക്സിമം നമ്മൾ മുൻപോട്ട് വലിച്ചു വയ്ക്കണം. ബാർ മുൻപോട്ട് വലിച്ചു വെച്ചില്ലെങ്കിൽ അത് ചെയിൻ ലൂസായിരിക്കും. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ബാറ്ററിക്ക് കുറച്ച് ചാർജ് കുറവുണ്ട് പുതിയതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് അഴിച്ചെടുത്ത് ചാർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാം എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ എക്സ്ട്രാ വന്നിരിക്കുന്ന ബാറ്ററിയാണ് ഞാൻ ചാർജ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ചാർജറിൽ ഇൻഡിക്കേറ്റർ പച്ചയാണ് കാണിക്കുന്നത്. നമ്മൾ ബാറ്ററിയിലേക്ക് പിന്ന് കുത്തി കൊടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ചുമന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഊരുമ്പോഴാണ് ഇപ്പോൾ പച്ചയായിരിക്കുന്നത്. പിന്നെ അത് കുത്തുമ്പോൾ ചുവപ്പായിട്ട് മാറും. അപ്പോൾ ബാറ്ററിക്ക് ചാർജ് കയറുന്നുണ്ടെന്ന് നമുക്കതുവഴി മനസ്സിലാക്കാൻ കഴിയും.
ഇനി നമുക്ക് ബാറ്ററിയുടെ പവർ ഒന്ന് നോക്കാം. 14.4 വോൾട്ട് എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. 1.5 AH ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ പവർ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചാർജിന് വെച്ചതിന് ശേഷം ഇപ്പോൾ കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ ചാർജ് ചെയ്ത ബാറ്ററിയാണ് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കുന്നത്. ബാറ്ററിയുടെ ചാർജ് അറിയാൻ ഒരു സംവിധാനം ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ സ്വിച്ച് ഞെക്കി നോക്കുമ്പോൾ ബാറ്ററിയുടെ പവർ അറിയാം. 2 ഘട്ടം മാത്രമേ കാണുന്നുള്ളൂ. അതായത് ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ആയിട്ടില്ല, ഇനിയും ചാർജ് ആകാനുണ്ട്. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഓയിൽ ക്യാനാണ്. അതിലേക്ക് നമ്മൾ ഏതെങ്കിലും ലൂബ്രിക്കേഷന് പറ്റിയ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. മറ്റ് ചെയിൻസോകൾ പോലെ ഓയിൽ സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നൊരു സംവിധാനം ഈ പ്രൂണർ ചെയിൻസോയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയിൻ ലൂബ്രിക്കേഷന് വേണ്ടി ചെയിനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായി ചെയിനിലേക്ക് ഓയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു മാവിൻ്റെ താഴോട്ടുള്ള കൊമ്പാണ് മുറിക്കാൻ പോകുന്നത്. പിടിച്ചില്ല. അപ്പോൾ മാവിൻ്റെ കൊമ്പ് നമ്മൾ മുറിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു തേക്കിൻ്റെ ഉണങ്ങിയ കഷ്ണം ഒന്ന് മുറിച്ച് നോക്കുകയാണ്, എങ്ങനെയുണ്ടെന്ന് അറിയാനെ കൊണ്ടാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം. സാധാരണ എൻ്റെ എല്ലാ വീഡിയോകളിലും കശുമാവിൻ്റെ കൊമ്പുകൾ മുറിക്കുന്നതാണ് ഞാൻ കാണിക്കാറുള്ളത്. എന്നാലിപ്പോൾ കശുമാവ് നല്ലതായിട്ട് കായൊക്കെ പിടിച്ച് കിടക്കുന്ന ടൈമാണ്. അതുകൊണ്ട് കശുമാവിൻ്റെ കമ്പൊന്നും മുറിക്കുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ട്, വളരെ നല്ല പിടുത്തമാണ് ഇപ്രാവശ്യം ഉള്ളത്. മുറ്റത്തൊട്ട് എപ്പോഴും ശല്യമുള്ളൊരു മുരിങ്ങയാണ്. അതിൻ്റെ കൊമ്പ് മുറിക്കാൻ ചെന്നപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് മുരിങ്ങയ്ക്കായൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൊമ്പ് മുറിക്കുന്നില്ല. കായ്ക്കാതിരിക്കുന്ന ഒരു മുരിങ്ങയുടെ കൊമ്പുണ്ട്, അത് നമുക്ക് മുറിച്ച് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഏത് ആംഗിളിലും മുറിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ചെയിൻസോയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. മാക്സിമം എത്ര വണ്ണം വരെ മുറിക്കാമെന്നുള്ള ഒരു ടെസ്റ്റ് നടത്തുകയാണ്. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മന്ദാര ചെടിയുടെ കുറ്റിയാണ്. നമുക്കൊരു പീസ് കൂടെ മുറിച്ചെടുക്കാം.
അപ്പോൾ ഞാൻ ആ പീസ് അളന്ന് നോക്കുന്നതിന് വേണ്ടി കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വണ്ണം വരെ മുറിക്കാമെന്നൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ടേപ്പ് എടുത്തിട്ടുണ്ട്. മന്ദാരത്തിൻ്റെ കുറ്റിയുടെ വണ്ണം നമുക്ക് നോക്കാം. നിങ്ങൾ കാണുന്നുണ്ട് 11 ഇഞ്ചാണ് അത് കാണിക്കുന്നത്. അപ്പോൾ 11 ഇഞ്ച് വണ്ണമുള്ള മരം മുറിക്കാം. ഇപ്പുറത്തെ സൈഡ് ഇത് കാണിക്കുന്നത് 12 ഇഞ്ചിനേക്കാളും ഒരു പൊടിക്കൂടെ കൂടുതൽ കാണിക്കുന്നുണ്ട്. എന്നാലും 12 ഇഞ്ച് വരെ മുറിക്കാമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ചെയിൻസോയുടെ ബാറിൻ്റെ നീളം 5.25 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇതിന് ചെയിനാണ്. ചെയിനിലെ പല്ലുകൾ നമ്മൾ എണ്ണുകയാണ്. 14 പല്ലുകളാണ് ഇതിലുള്ളത്. വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ബാറ്ററി കുറച്ച് നേരം കൂടെ ചാർജിലിട്ടിരുന്നു. അതിനുശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ 3 പച്ച ലൈറ്റും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഈ പ്രൂണർ ചെയിൻസോയുടെ വില ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.